ആലക്കുഴയിൽ ബിജെപി പ്രവർത്തകനെ സിപിഎം ഗുണ്ടകൾ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ബിജെപി പാലക്കുഴ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ബിജെപി പാലക്കുഴ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അജിത് വി ഗോവിന്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി സജീവ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘങ്ങൾ തുടങ്ങി സംസ്ഥാന ഭരണം വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ള സിപിഎം അത് മറച്ചുവെക്കുവാനായി അക്രമ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ് എന്നും ബംഗാളിലടക്കമുണ്ടായിട്ടുള്ള അവസ്ഥയാണ് അവർക്ക് കേരളത്തിലും വരാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുവാനുള്ള ശ്രമം ഇനിയുമുണ്ടായാൽ അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് താക്കീത് കൂടി നൽകിയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ഈ നാട്ടില് പുറമെയുള്ളവരുടെ അടുത്തും പാലക്കുഴക്കാർക്ക് മോശമാകുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും അവരുടെ പിണിയാളുകളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി പരാജയപ്പെടുന്ന മേഖലകളിലൊക്കെ അത് പഞ്ചായത്ത് ആയിക്കൊള്ളട്ടെ, അസംബ്ലി ആയിക്കൊള്ളട്ടെ, പാർലമെന്റ് ആയിക്കൊള്ളട്ടെ, അല്ല ഇനി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, അതുമല്ല എങ്കില് ഒരു കുടുംബശ്രീയുടെയും സ്വാശ്രയ സംഘത്തിന്റെയും മറ്റു കൂട്ടായ്മകളുടെയും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില പ്രവർത്തകര്, ചില കൊട്ടേഷൻ സംഘങ്ങള് അഴിഞ്ഞാടുന്ന ഒരു നിലപാടാണ് പാലക്കുഴയിൽ ഉണ്ടാകാറ്. ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, 2017 അസംബ്ലി, 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം 2017 ജൂൺ മാസം നടന്ന അക്രമം, ആക്രമണത്തോട് തുടർന്ന് ഉണ്ടായ സംഘർഷവും അടിയും തിരിച്ചടിയും അത് പാലക്കുഴ കണ്ടതാണ്. ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ, എസ് മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അജീഷ് തങ്കപ്പൻ, കർഷക മോർച്ച എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഷാബു വി, മൂവാറ്റുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് നാരായണൻ, മണ്ഡലം സെക്രട്ടറിമാരായ സി സജികുമാർ, ചെറിയാൻ ജോർജ് എന്നിവർ സംസാരിച്ചു. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തിപരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം. ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി.